നമസ്കാരം, ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പുന്തോ അബാത്ത് കാറിൻ്റെ ഹെഡ്ലൈറ്റുള്ള അപ്ഗ്രേഡാണ്. ഈ വാഹനത്തിൽ വരുന്നത് ഒരു സാധാ ഹാലജൻ ബൾബാണ്. 60-55 വാട്ടേജുള്ള ഹാലജൻ ബൾബാണ് വരുന്നത്. ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഒരു ഒസ്രാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒസ്രാം CBI അഡ്വാൻസ് DC. നേരത്തെ വന്നിരുന്നത് CBI Pro ആയിരുന്നു. ഇപ്പോൾ ഉള്ളത് CBI അഡ്വാൻസ് DC എന്ന് പറയുന്ന ഈ ഒരു LED പ്രൊജക്ടറാണ്. ഇതിനെ നമുക്ക് ഈ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ഇതിൻ്റെ ലോ ബീമിൽ വരുന്നത് ഒരു 58 വാട്ടും ഹൈ ബീമിൽ വരുന്നത് 65 വാട്ട്സും ഉള്ള LEDകളാണ്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് നമുക്ക് നേരിട്ട് കാണാം. ഈ ഒരു പുന്തോയിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 60-55 വാട്ടിൻ്റെ ഹാലജൻ ബൾബാണ് വരുന്നത്. അതായത് ഇതിൻ്റെ അകത്തുള്ള വെളിച്ചം കുറച്ച് കുറവായിരിക്കും. സാധാരണ വണ്ടികളിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു രീതിയിലുള്ള വെളിച്ചം മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അതുപോലെ ഹെഡ്ലൈറ്റ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് ഫെയ്ഡിങ്ങും കാര്യങ്ങളും അതുപോലെ ചെറിയ സ്ക്രാച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, നോർമൽ ഹെഡ്ലൈറ്റ് ഓൺ ആയി വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു രീതിയാണ് ഇതിൻ്റെ ലോ ബീമിൻ്റെ കട്ട് ഓഫ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പൊങ്ങി റൈറ്റ് സൈഡ് താഴെയായിട്ട് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വാളിലേക്ക് അടിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് റോഡ് കാണാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡ് താഴ്ന്നും ലെഫ്റ്റ് സൈഡ് പൊങ്ങിയും ഉള്ളൊരു കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്. നോർമൽ രീതിയിൽ തന്നെയാണ് വരുന്നേക്കുന്നത്. ഇതെല്ലാം കറക്റ്റുമാണ്. ഇനി ഇതിൻ്റെ ഹൈ ബീം ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹൈ ബീം വരുന്നത്, ഏകദേശം ഒരു സ്ക്വയർ പാറ്റേണിൽ. ഇനി ഇതിൻ്റെ മോട്ടറൈസ്ഡ് ഹെഡ്ലൈറ്റ് ആണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെഡ്ലൈറ്റ് താത്തി കഴിഞ്ഞാൽ അത് താഴേക്ക് വരുന്നുണ്ട്, രണ്ടും ഒരുപോലെ തന്നെ താഴേക്ക് വരുന്നുണ്ട്. മേലേക്ക് വരുത്തി കഴിയുമ്പോൾ അതും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ട് ഉപയോഗങ്ങളുള്ളതുമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ അകത്ത് എന്ത് ഔട്ട്പുട്ട് വരണം എന്നുള്ളതാണ്. നമ്മളൊരു ലെക്സ് മീറ്റർ വെച്ച് മെഷർ ചെയ്താൽ നമ്മുടെ ലോ ബീമിൽ കിട്ടുന്ന ഒരു 700 ലെക്സ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ ഒരു 1100 ലെക്സ് ഹൈ ബീമിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിന് നമുക്ക് എന്ത് മാറ്റം വരും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷമുള്ള വ്യൂസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിനൊരു പ്രത്യേകിച്ച് ഒരു ഭയങ്കരമായൊരു ചേഞ്ച് വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു ഏകദേശം അതേ രീതിയിൽ തന്നെ ഒരു എസ്തെറ്റിക്സ് ലുക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെ ഒരു പ്രൊജക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രൊജക്ടർ ആഡ് ചെയ്തേക്കുന്നതിനായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഹെഡ്ലൈറ്റ് ആദ്യമേ ഉണ്ടായിരുന്ന ചെറിയ സ്ക്രാച്ചുകളും ഫെയ്ഡിങ്ങും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോയിൽ അതൊന്നും ഒരു എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം ആ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കൃത്യമായിട്ട് എടുത്ത് പറയാനായിട്ടോ കാണിക്കാനായിട്ടോ സാധിക്കുന്നില്ല. എന്തായാലും ലൈറ്റ് ക്ലിയർ ആയിട്ടുണ്ട്, വിശ്വസിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന ആ ക്രോം ഷ്രൗഡിനെ നമ്മളൊരു ഡീക്രോം ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായൊരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു എടുത്ത് കാണിക്കുന്നില്ല. ഹെഡ്ലൈറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ആൾട്രേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ലുക്കിന് വലിയ രീതിയിൽ മാറ്റം വരുത്താതെ ഒരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലോ ബീമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കട്ട് ഓഫ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് താഴെയുമായിട്ടാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ഹൈ ബീം ഈ ഒരു രീതിയിലുമാണ് കാണുന്നത്. രണ്ട് പോയിൻറ്റഡ് ആയിട്ടുള്ള ബീംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഹൈ ബീമിൻ്റെ ഡോട്ട്സ് ആണ്. അത് റൈഡിങ്ങിലും അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ടുണ്ടാവും. എന്തായാലും ലോ ബീം വളരെ പെർഫെക്റ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് തന്നെ മേലോട്ടും താഴോട്ടും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ വർക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ അഡ്ജസ്റ്ററെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടു നോക്കാം. ആദ്യം ഉണ്ടായിരുന്ന ലോ ബീമിലെ 700 ലെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 6000 ലെക്സിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ 1100 ആയിരുന്നു, അത് 6500 ലെക്സിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോയി നോക്കാം. രാത്രിയിൽ വാഹനം ഓടിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ എന്നുള്ളത് നേരിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വാഹനം ഓടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സ്പ്രെഡും കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോഴത്തെ ലൈറ്റിൽ കിട്ടുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് താഴെ, ലെഫ്റ്റ് സൈഡ് പൊങ്ങിയായിട്ടുള്ള ഒരു കട്ട് ഓഫ് ഒറ്റ ഇതായിട്ട് കാണാം. നമുക്കവിടെ വാളിൽ കാണുമ്പോൾ രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി ഒരു ഫ്രീ ഫ്ലോ വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡ് താഴെയും ലെഫ്റ്റ് സൈഡ് നമ്മുടെ റോഡിനെ രണ്ടായിട്ട് ഭാഗിച്ചുകൊണ്ട് ആ കട്ട് ഓഫ് ബീം നമുക്ക് കാണാം. അതായത് നമ്മളുടെ ഇന്ത്യൻ റോഡുകളിൽ റൈറ്റ് സൈഡിൽ കൂടെയാണ് നമ്മുടെ ഓൺ കമ്മിങ് ട്രാഫിക് വരിക. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എതിർവശം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഭാഗം ലെഫ്റ്റ് സൈഡ്, റോഡിൻ്റെ ലെഫ്റ്റ് ഹാഫ് കുറച്ച് ദൂരേക്ക് കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് അലൈൻ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അലൈൻമെൻറ്റ് കറക്റ്റായിട്ടും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഡ്രൈവിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എതിരെ വരുന്ന വാഹനങ്ങളിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ ലൈറ്റ് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും.
ഇപ്പോൾ ആ ഒരു വാഹനം വരുന്നുണ്ട്, അവർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വ്യക്തമായിട്ട് കാണാം. നമ്മുടെ ലൈൻ കട്ട് ഓഫ് എവിടം വരെ പോകുന്നു അവിടെ മാത്രമേ നമ്മുടെ ലൈൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ വെളിച്ചം പോകുന്നുള്ളൂ. ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ബീം കാണാനായിട്ട് സാധിക്കും. ഒരു റൗണ്ട് ഷേപ്പിലാണ് കാണുന്നത്. നമ്മൾ മുന്നേ ചെയ്തിരുന്ന ഹെല്ല G5 BRT ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആ വാഹനത്തിൽ ഈ വാഹനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹെല്ലയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3000 ലക്സ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിവിടെ നമുക്കൊരു 6000, അതിനേക്കാളും ഇരട്ടിയായിട്ട് തന്നെ നമുക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കളർ ടെമ്പറേച്ചർ വൈസിലാണ് ഒരു കുറച്ച് പോരായ്മ എന്ന് പറയാനുള്ളത്. അതായത് നമുക്കൊരു 5000 ലക്സ് ആണ് ഇതിൻ്റെ അകത്ത് കളർ ടെമ്പറേച്ചർ പറയാവുന്നത്. 5000 കെൽവിൻ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു കളർ ടെമ്പറേച്ചർ പറയാൻ പറ്റുന്നത്. അത് കുറച്ചുകൂടെ ഒരു വൈറ്റിനോട് അടുത്താണ് വരുന്നത്. അതൊരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നമുക്ക് ഡ്രൈവ് രാത്രിയിൽ മഴയുള്ള സമയത്തൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഓക്കെയാണ്. കുറച്ചുകൂടെ വാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് മാത്രം.